തടി അറുത്ത് വെച്ചിരിക്കുന്ന സാധനം അവസാനം അത് മറിച്ച് മില്ലുകാർക്ക് കൊടുക്കേണ്ടി വന്നു. എന്നിട്ടാണ് ഇതിലേക്ക് എന്നിട്ടാണ് WPC-യിലേക്ക് മെയിൻ ഡോർ വരുന്നു. ഈ മെയിൻ ഡോറിന് എല്ലായിടത്തും ഒരു കൃത്രിമമായിട്ട് ഇങ്ങനെ കുറെ ഗ്രൂവ് ഒക്കെ കാണും. അത് ഈ WPC-യെ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരു പാടുമില്ല, ഒരു കുഴപ്പമില്ല എന്നുള്ളതിന്റെ തെളിവ് നമ്മൾ കാരണം ഇത് അപ്പൊ ഇതെല്ലാം ഏത് വർക്കും ചെയ്യാൻ പറ്റും. ആ നന്ദനത്തിനെ കൊണ്ട് അത് ചെയ്യിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അവരത് കൃത്യസമയത്ത് ചെയ്തു തന്നു എന്നുള്ളതും നമുക്ക് അങ്ങേയറ്റത്തെ. അപ്പൊ ഇതിനകത്ത് കോസ്റ്റ് മാത്രമല്ല ടൈം ഫാക്ടറും വളരെ പ്രധാനപ്പെട്ട. ഇത് തൊട്ടിങ്ങപ്പുറം എന്റെ ഒരു ബന്ധുവിന്റെ ഒരു കെട്ടിടം വെച്ചിട്ടുണ്ട്, 2 നിലയാ. അതാണ്ട് 2700 സ്ക്വയർ ഫീറ്റാണ്. എന്തിന് അതുകൊണ്ട് കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ അത് അട്രാക്ട് ചെയ്തത് വലിയ ഭീമമായ കെട്ടിടം വെച്ച്, എസ്പെഷ്യലി 2 പിള്ളേര് ദുബായിലുണ്ട്. അഹങ്കാരം എത്ര വലിയ വീട് അത് വേണ്ട. കൺസെപ്റ്റ് മാറി, ആൾക്കാരുടെ കൺസെപ്റ്റ് മാറിയപ്പം. നമസ്കാരം. ഒരു പ്രീമിയം വീട് കോട്ടയം നഗരത്തിനോട് ചേർന്ന ഒരു സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു കൊളോണിയൽ സ്റ്റൈലിൽ അല്ലെങ്കിൽ അല്പം മോഡേൺ സ്റ്റൈലിലൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു പ്രീമിയം ലുക്കാണ് വീടിന്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ ഇന്റീരിയർ വർക്കാണ്. ഇതിൽ പ്രധാനമായിട്ടും ഡോർസ് വിൻഡോസും ഒക്കെ ചെയ്തിരിക്കുന്നത് ഫ്ലോറസ്റ്റ WPC-യിലാണ്. അപ്പോൾ ഇത് കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും, പലർക്കും ഒരു അതിശയമായിരിക്കും WPC-യിൽ ഇതേപോലെയുള്ള ഫിനിഷിംഗിൽ ഡോർസ് വിൻഡോസ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഏത് രീതിയിലുള്ള പെയിന്റിംഗ് ആണ്, എങ്ങനെയാണ് അതിന്റെ ഇന്റീരിയർ ഉൾപ്പെടെ എല്ലാം WPC തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് നോക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കയറി വരുന്ന സിറ്റ് ഔട്ടാണ്. ഇവിടുന്ന് ഒരു 3-4 സ്റ്റെപ്പ് കയറിയാണ് സിറ്റ് ഔട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു കൊളോണിയൽ സ്റ്റൈലിൽ തന്നെയുള്ള പില്ലറുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളും എല്ലാം അതേപോലെ കൊടുത്തിട്ടുണ്ട്. ഒരു 4 പില്ലറാണ്. അപ്പോൾ അതിനനുസരിച്ച് നീളത്തിലാണ് ഇതിന്റെ സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈൽസും എല്ലാം 4x2 മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ്. ഒരു ഗ്രേ ഫിനിഷോട് കൂടിയ ടൈൽസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അല്പം ഏരിയ ഉണ്ട് നമുക്ക് സിറ്റ് ഔട്ടിനായിട്ട് കൊടുക്കാനായിട്ട്. ഇതിന്റെ ഹാൻഡ് റെയിൽസും എല്ലാം കൊടുത്തിരിക്കുന്നത് GI ആണ്. GI പൈപ്പ് അതിന്റെ ടോപ്പ് ആ ഡിസൈനിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം വേറൊരു പ്രത്യേകത, ഈ ഒരു സ്റ്റൈൽ വന്നതുകൊണ്ട് വൈറ്റ്, ബ്ലൂ, അങ്ങനെ ഒരു ഇംഗ്ലീഷ് പ്രീമിയം ലുക്കിലാണ് ഇതിന്റെ ഫിനിഷിംഗ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസൈനിങ് വർക്കുകൾ, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചെയർ, ഇതിന്റെ ലൈറ്റിങ് എല്ലാം ആ ഒരു ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെയിൻ ഡോറാണ്. ഇത് WPC-യിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഫ്ലോറസ്റ്റ WPC, ഇതിന്റെ ഫ്രെയിം, ഇതിന്റെ ഷട്ടർ. അപ്പോൾ ഇതിന്റെ ഈ ഡിസൈനിങ് വർക്കുകളെല്ലാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പലരുടെ സംശയമാണ് ഇതേപോലെയുള്ള ഡിസൈൻ വർക്കുകൾ, ഇതേപോലെയുള്ള ഒരു ഫിനിഷ് ഒക്കെ WPC ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി വുഡിനെക്കാട്ടി നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു ഫിനിഷിങ്ങിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പാനലിങ്, ഈ ഗ്രൂ കട്ടിങ്, അതേപോലെ ഇതിനകത്ത് വന്നിരിക്കുന്ന CNC വർക്ക്, ഇതിൽ കൊടുത്തിരിക്കുന്ന ഫിറ്റിംഗ്സുകൾ എല്ലാം ആ ഒരു സ്റ്റൈലിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 9 ഇഞ്ച് 3 ഇഞ്ച് വിഡ്ത്തിലുള്ള കട്ടളയാണ്. അതുപോലെ തന്നെ പലരും ചോദിക്കുന്നതാണ് ഈ WPC-യുടെ കാര്യം പറയുമ്പോഴേ, നമുക്ക് ഈ ഫ്രണ്ട് ഡോർ WPC ചെയ്യാൻ പറ്റുമെന്ന്. പലരും ഇൻസൈഡ് ഡോറുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഡോറും ചെയ്യാൻ പറ്റും. അതിന് നല്ലൊരു ഉദാഹരണമാണ് ഇത്. അപ്പോൾ ഇതേപോലെ ഒരുപാട് ഡിസൈന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് വിഡ്ത്ത് കൂടിയ കട്ടളകൾ, വിഡ്ത്ത് കൂടിയ ഡോർ ഷട്ടറുകൾ, ഇതേപോലെ ഡിസൈൻ വർക്കുകളെല്ലാം നമുക്ക് WPC-യിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ലിവിംഗ് കം ഡൈനിങ് ഒറ്റ ഒരു ഹോളായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞൊരു 1000 സ്ക്വയർ ഫീറ്റ് താഴെയുള്ളൊരു വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിനിമൽ രീതിയിലാണ് ഇതിന്റെ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എല്ലാം പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫ്ലോറിലേക്ക് വന്നാൽ വുഡൻ ഫിനിഷുള്ള ഫ്ലോർ ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ലിവിംഗ് റൂമിൽ തന്നെ നമ്മൾ ആദ്യം പറയും ഇതിന്റെ ഫർണിഷിങ്ങും എല്ലാം പ്രത്യേകതയുണ്ട്. ആ ഒരു കൊളോണിയൽ ലുക്കിലുള്ള ഫർണിഷിങ് സാധനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പെയിന്റിംഗ് ആണെങ്കിലും എല്ലാം. ഇനി ഇവിടുന്ന് നേരെ ഡൈനിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഒരു 4 സീറ്ററിന്റെ ഒരു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതും ആ വൈറ്റ് തീമിൽ തന്നെയല്ല, ഒരു വൈറ്റ് കളറിൽ തന്നെയുള്ള ഫർണിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനിയും അതുപോലെ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ലൈറ്റിംഗ്, ഈ മേളിൽ കൊടുത്തിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റ്, അങ്ങനെയുള്ള ഈ ഒരു ചെറിയൊരു ടീപ്പോയ, ഇതെല്ലാം ആ ഇന്റീരിയറിന് ആപ്റ്റ് ആകുന്ന രീതിയിലുള്ള ആ ഒരു സ്റ്റൈലിൽ തന്നെയുള്ള ഒരു ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് നല്ലൊരു ലൈറ്റിംഗ് ഒക്കെ കിട്ടാനായിട്ട് ഒരു 4 വാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ പറഞ്ഞ പോലെ ഫ്ലോറസ്റ്റ WPC-യിൽ ചെയ്തിരിക്കുന്നതാണ്. ഈ പട്ട കമ്പി രീതിയിൽ. അതിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. റൗണ്ട് റോഡ് വെർട്ടിക്കലായിട്ട് കൊടുത്തു, ഹൊറിസോണ്ടലായിട്ട് ഫ്ലാറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ 4x2.5 സൈസിലുള്ള ഫ്രെയിംസ് ആണ് ഇതിനെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഷട്ടർ എല്ലാം ഒരു ചെക്ക് പാളി രീതിയിലുള്ളതാണ്. അതെല്ലാം ആ ഒരു ഫിനിഷിന് ചേരുന്ന രീതിയിലുള്ള വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നേരെ നമ്മൾ കിച്ചണിലേക്ക് വരികയാണ്. ഇതിപ്പോൾ ഓപ്പൺ സ്റ്റൈലിലുള്ള ഒരു കിച്ചണാണ്. ഇതിന്റെ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട്, നാനോ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിന്റെ കൗണ്ടറും ബോക്സും എല്ലാം WPC തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ പെയിന്റിംഗ് ആണ്. ഒരു ഗ്രീൻ ഫിനിഷാണ്, ഡാർക്ക് ഗ്രീൻ ഫിനിഷിലുള്ള ഒരു പെയിന്റിങ്. അതിന്റെ ടോപ്പ് വൈറ്റ് കളർ, സിങ്ക് വൈറ്റ് കളർ, എല്ലാം ഒരു പ്രീമിയം രീതിയിലാണ്. ഈ സിങ്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിന് മാച്ച് ആകുന്ന രീതിയിൽ തന്നെയുള്ളൊരു
വൈറ്റ് കളർ സിങ്ക് ആണ്. അതേപോലെ ഇതിന്റെ സിങ്ക് ടാപ്പ് ആണെങ്കിലും പ്രത്യേകതയുണ്ട്. ആ ഒരു ഗോൾഡൻ ഫിനിഷിലുള്ള ടാപ്പാണ്. ഇവിടെ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ ഡബിൾ ബോൾ സിങ്ക് ആണ്. ഇത് കുറച്ചും കൂടെ റഫ്യൂസിന് പറ്റിയ രീതിയിലുള്ള സിങ്കും സിങ്ക് ബോർഡും അതിന് പറ്റിയ സിങ്ക് ടാപ്പുമാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ഇതിനുമെല്ലാം ആ ഒരു ഫിനിഷിൽ തന്നെയുള്ള കൗണ്ടർ ടോപ്പും കബോർഡ്സും ഒക്കെ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പിന്നെ നോർമലി ഉള്ള എല്ലാ ഫിറ്റിംഗ്സുകളും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇത് വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ഡോറാണ്. ഇതും ഡബിൾ പാളി ഡോറാണ്. ഇതും WPC തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ആ ഒരു ഫിനിഷിൽ തന്നെയുള്ള പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ പെയിന്റിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഹാൻഡിൽസ്, ലോക്ക് എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും വന്നിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കിച്ചന്റെ വിൻഡോ. ഇത് നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള വിൻഡോ ആണ്, പലയിടത്തും ഇപ്പോൾ ചെയ്തു വരുന്നതാണ്. ഇതേപോലെയുള്ള ചെറിയ ഹൈറ്റ് കുറഞ്ഞ വിൻഡോസ്, അതേപോലെ ലെങ്ത് കൂടുതലുമാണ്. ഇതൊരു 4 പാളി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഹൈറ്റ് മിനിമം ഒരു 50 സെന്റിമീറ്റർ അല്ലെങ്കിൽ 60 സെന്റിമീറ്ററിലാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ടോപ്പിൽ നമുക്ക് ടാപ്പോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ ഇവിടെ ഒരു 30 സെന്റിമീറ്ററിന്റെ ഒരു ടോപ്പ് ടൈലിംഗ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഫുൾ വിൻഡോ വരികയാണെങ്കിൽ ഈ കൗണ്ടറിന്റെ ടോപ്പ് വരെ ഈ വിൻഡോ വന്നിരിക്കും. അപ്പോൾ ഇതേപോലെയുള്ള വിൻഡോസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഹൈറ്റ് കിട്ടും, ഇവിടെ കുറച്ചും കൂടെ സ്പേസ് കിട്ടും. ഇപ്പം ടാപ്പ് വോളിൽ വരുന്ന ടാപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്കിത് വോളിൽ കൊടുക്കാനായിട്ട് പറ്റും. ഇതൊരു 4 പാളി ഇതേപോലെയുള്ള വിൻഡോസും എല്ലാം നമുക്ക് WPCയിൽ ചെയ്തെടുക്കാം. ഇത് പട്ടാ കമ്പി രീതിയിലുള്ള ഒരു സ്റ്റൈലിലുള്ള വിൻഡോസ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 2 ബെഡ്റൂമാണ് പറഞ്ഞു ഈ വീടിന്. അപ്പോൾ ആ സെയിം ടൈല് തന്നെയാണ് ഇതിന്റെ ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സിംഗിൾ ബെഡ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം സൈസുള്ള ഒരു 12 സൈസുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു 4 പാളി വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുമല്ല ഈ WPC വിൻഡോസ് തന്നെയാണ്, ആ സെയിം പാറ്റേണിൽ തന്നെയുള്ള വിൻഡോസ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 2 പാളി വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ബെഡിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട്. അതും ഈ WPC തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഇതെല്ലാം പ്രീമിയം രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വോൾ ടൈല് ഫുൾ ഹൈറ്റിൽ മുകളിൽ വരെ ടൈലിംഗ് ഒട്ടിച്ചിട്ടുണ്ട്. കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വരുന്ന രീതിയിലുള്ള ക്ലോസറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഷവർ, ഇവിടെ ഡൈവേർട്ടർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ടെലിഫോണിക് ഷവർ, റെയിൻ ഷവർ, അങ്ങനെയുള്ള എല്ലാ ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഈ വീടിന്റെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു ടോയ്ലറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വാഷ് ബേസിനും എല്ലാം ഒരു കൗണ്ടർ ടോപ്പ് ടൈപ്പാണ്. ഒരു റൗണ്ട് ഓവൽ ഷേപ്പിലുള്ള ഒരു വാഷ് ബേസിനാണ്. അതിന്റെ കൗണ്ടർ ടോപ്പ് ടാപ്പ് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ചെറിയൊരു കബോർഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഏരിയ കുറവാണെങ്കിൽ പോലും ആ ഒരു പ്രീമിയം വിടാതെ ആ ഒരു ലക്ഷറി ലുക്കിൽ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ടോയ്ലറ്റിന്റെ ഡോർ കൊടുത്തിരിക്കുന്നത് ഫൈബർ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ ഈ ഡോർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതും WPC തന്നെയാണ്, ഫ്ലോറസ്റ്റ WPC തന്നെയാണ്. ഇതിന്റെ ഹിഞ്ചസ് ഈ രീതിയിലുള്ള ഒരു പ്രീമിയം ലുക്കിലുള്ള ഹിഞ്ചസ്, ലോക്ക് കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പം വുഡിൽ വരുന്നതിനെക്കാട്ടി ഇപ്പം ഇതിന്റെ കട്ടിങ്സുകളോ ജോയിന്റ്സുകളോ ഒന്നും ഇല്ലാതെ ഒറ്റ ഷീറ്റിൽ തന്നെ ഒരു നല്ലൊരു ലുക്കിൽ തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഈ WPC ഡോറുകളിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഇവിടുന്ന് 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണ്. ഇതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ല. ഇത് കുറച്ചും കൂടെ ചെറിയൊരു റൂമാണ്. ഒരു 10x10 സൈസിലുള്ള ഒരു ചെറിയൊരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു ഈ സ്പേസ് മിനിമം സ്പേസിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഈ കബോർഡ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു ഐഡിയ ആണ്. ഈ ഒരു കോർണർ സ്പേസ് കബോർഡിന് സെപ്പറേറ്റ് ആയിട്ട് സ്പേസ് കളയാതെ ഈ കോർണറിൽ തന്നെ കബോർഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ഒരു ബെഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 2 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട് എലിവേഷനിൽ വരുന്ന രീതിയിൽ തന്നെ ഒരു 4 പാളി വിൻഡോ. ഇവിടെ നല്ലൊരു പുറത്തേക്കുള്ള ഒരു വ്യൂ എന്ന രീതിയിലാണ് ഈ വിൻഡോ കൊടുത്തിരിക്കുന്നത്. ഇതും 4x2 സൈസിലുള്ള ഫ്രെയിം വെച്ചിട്ട് WPC തന്നെയാണ് ഇതിന്റെ വിൻഡോസും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഡോറും WPC തന്നെയാണ് ബെഡ്റൂംസിന്റെ ഡോർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഫിറ്റിംഗ്സും ഹിഞ്ചസും കാര്യങ്ങളും എല്ലാം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനിയും ഈ വീടിന് ഈ റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ല. ഒരു കോമൺ ടോയ്ലറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ അറ്റാച്ച്ഡ് ടോയ്ലറ്റിൽ കണ്ട പോലെ തന്നെയുള്ള ഒരു മിനിമൽ സ്പേസിലാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് വോളിനുള്ളിലാണ് ടാങ്ക് വന്നിരിക്കുന്നത്. കമോഡ് വന്നിട്ടുണ്ട്. ഡൈവേർട്ടർ ആണ്, സ്പൗട്ട്, ഷവർ. ഇവിടുത്തെ ഒരു ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവമാണ് ചെറിയൊരു വാഷ് ബേസൺ. മിനിമൽ രീതിയിൽ സ്പേസ് ഇല്ലാത്തടത്ത് ചെയ്യാൻ പറ്റിയ ചെറിയൊരു വാഷ് ബേസനാണ്. ആ രീതിയിൽ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഈ പ്രീമിയം ലുക്കിൽ തന്നെയുള്ള ഒരു പ്രീമിയം രീതിയിൽ തന്നെയുള്ള ഫിറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം ആണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ വീടിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഇന്റീരിയറും എല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞത് ഇതിന്റെ ഫ്ലോറസ്റ്റ WPCയുടെ വർക്ക് മുഴുവൻ ചെയ്തത് നന്ദനം ഇൻഡസ്ട്രീസ് ആണ്. അതിന്റെ മിസ്റ്റർ സുരേഷ് ആണ്. നമസ്കാരം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സ്കോപ്പ് ഓഫ് വർക്ക് എങ്ങനെയാണ്? ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്? ഇത് കോട്ടയത്തിന്റെ നടുക്കായിട്ടുള്ള ഒരു വീടാണ്. ഓക്കെ. ഇതിന്റെ ഓണർ മിസ്റ്റർ സുസീവാണ്. ദുബായ് ബേസ്ഡ് ഒരു NRI ആണ്. ഓക്കെ. അദ്ദേഹം നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കണ്ടു. ജോബിയുടെ തന്നെ കണ്ടിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയും നമ്മളുമായിട്ട് ബന്ധപ്പെടുകയായിരുന്നു. അദ്ദേഹം വന്ന് എല്ലാം പരിശോധിച്ചത് വളരെ തൃപ്തികരമാണ്. ഫ്ലോറസ്റ്റ WPC വെച്ച് നന്ദനം ചെയ്യുന്നു. അതിന്റെ ക്വാളിറ്റി കണ്ടിട്ടാണ്, രണ്ടിന്റെയും ജോയിനറിയുടെയും മെറ്റീരിയലിന്റെയും ക്വാളിറ്റി കണ്ടിട്ടാണ് നമുക്ക് ഓർഡർ തന്നത്.
അദ്ദേഹം ഭയങ്കര സ്പെസിഫിക് ആയിരുന്നു. അദ്ദേഹത്തിന് എന്ത് വേണമെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളോട് ബോധ്യപ്പെടുത്തിയായിരുന്നു. ഡോർസ് ആയാലും വിൻഡോസ് ആയാലും എനിക്ക് വേണ്ടത് ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയി. പിന്നെ അദ്ദേഹത്തിന് ഇൻപുട്ട് എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. എങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ ഈസി ആയി. അങ്ങനെയാണ് ഇവിടെ അഡാപ്റ്റ് ചെയ്ത് കൊടുത്തു, ഇൻസ്റ്റലേഷൻ ചെയ്തു. പെയിന്റിങ്ങും നമ്മൾ നന്ദനത്തിന്റെ ടീം തന്നെ വന്നു. പെയിന്റിംഗ് നിങ്ങൾ തന്നെ ചെയ്തു. അപ്പൊ അതും അദ്ദേഹം ഭയങ്കര സ്പെസിഫിക്കലി അദ്ദേഹത്തിന് ഭയങ്കര ഇതുണ്ടായിരുന്നു. ഏത് ടൈപ്പ് ഓഫ് പെയിന്റ് അല്ലെങ്കിൽ ഏത് കളർ ടോൺ വേണം അതുവരെ ഉണ്ടായിരുന്നു. അതുവരെ നമ്മുടെ ടീം. നമുക്ക് അതാണ് എനിക്ക് കൂടുതൽ ഇതായിട്ട് തോന്നിയത്, നമ്മുടെ ആ മെയിൻ ഡോറിന്റെ കാര്യമാണ്. അപ്പൊ അതെങ്ങനെയാ നമ്മൾ അതിനകത്ത് അതിന്റെ ഒന്ന് ഡീറ്റെയിൽ ഒന്ന് പറയാം, എങ്ങനെയാണ് അത് ആ WPC-യിൽ അതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന്? ഇപ്പൊ ഇവിടെ നമുക്ക് സിംഗിൾ ഡോർ കോൺസെപ്റ്റ് ആണ് നമുക്ക് പറ്റത്തുള്ളായിരുന്നു. കാരണം ഡബിൾ ഡോർ വേണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അദ്ദേഹത്തിന് ഈ പിക്ചർ അദ്ദേഹം ഓൾറെഡി എനിക്ക് അയച്ചു തന്നായിരുന്നു. അത് തന്നെ വേണ്ട, എക്സാക്ട്ലി സെയിം ഒരു കൊളോണിയൽ സ്റ്റൈൽ ആണല്ലോ, യൂറോപ്യൻ സ്റ്റൈലിലാണ്. ഓർണമെന്റൽ ലോക്സ്, ഹിഞ്ചസ് എല്ലാം ഓർണമെന്റൽ ടൈപ്പ്, ആന്റിക് ടൈപ്പ് വേണം. ഇതിൽ നമ്മൾ ചെയ്തേക്കുന്ന 9 ഇഞ്ചിന്റെ കട്ടള. 9 ഇഞ്ചിന്റെ കട്ടളയിൽ 35 mm ഡോറാണല്ലോ. 35 mm ഡോറ്. അതിൽ നമ്മള് ഈ എംപോസ്ഡ് ബീഡിങ്സ് നമ്മൾ ഒട്ടിച്ചേക്കാണ്. രണ്ടാമത് ബിൽഡ് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് പേസ്റ്റ് ചെയ്ത് മറ്റേ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കും. അത് 2 ഡബിൾ ബീഡിങ് ആണ്. പിന്നെ നമ്മൾ ചെറിയൊരു എൻഗ്രേവിംഗും കൊടുത്തിട്ടുണ്ട്. CNC കട്ട് എൻഗ്രേവിംഗ്. അത് ആ ഷീറ്റിൽ തന്നെ ഷീറ്റിൽ എൻഗ്രേവ്ഡ് ആണ്. ഇതെല്ലാം എംബോസ്ഡ് ബീഡിങ്സ്. പെയിന്റ് എന്താണ് ഇതിൽ ചെയ്തിരിക്കുന്നത്? പെയിന്റ് ഇത് നമ്മൾ കംപ്ലീറ്റ്ലി WPC ചെയ്യേണ്ടത് ഓട്ടോമോട്ടീവ് പെയിന്റിംഗ് തന്നെ. സ്പ്രേ ചെയ്യാണ്. പ്ലാസ്റ്റിക് പ്രൈമർ, അതിന്റെ ടോപ്പ് പ്രൈമർ, അതിന്റെ മുകളിലെ കളർ കോട്ടിങ്, പിന്നെ അതിന്റെ മുകളിൽ PU ക്ലിയർ. അങ്ങനെ ഒരു 6 സ്റ്റെപ്പ്. മാറ്റ് ആണ് തോന്നുന്നു മാറ്റ് ക്ലിയർ അടിച്ചിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ ആണ്. പറഞ്ഞ പോലെ മറ്റേ കൊളോണിയൽ സ്റ്റൈല് കീപ്പപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ഡിസൈനിലും ഇത് ചെയ്തെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. നിങ്ങളൊരു ആരെങ്കിലും ഒരു പിക്ചർ കാണിച്ച ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടുത്തെ വേറൊരു പ്രത്യേകത നമ്മൾ കണ്ടത് ഈ വിൻഡോസിന്റെ എല്ലാം ഗ്രില്ലിന്റെ ഒരു പാറ്റേൺ ആണ്. ഇത് സാധാരണ കണ്ടിട്ടില്ല. ഇതാണ് എങ്ങനെ വന്നേക്കുന്നത്? ഇങ്ങനെ പറഞ്ഞാണ് ഓണർ തന്നെ നമുക്ക് തന്ന പാറ്റേൺ ഡിസൈനാ. അപ്പൊ അവർക്ക് നമ്മൾ സാധാരണ നോർമലായിട്ട് കാണുന്ന 12 mm റോഡ്സ് ഹൊറിസോണ്ടൽ ഓടിക്കുകയും നമ്മള് MS-ന്റെ ഫ്ലാറ്റ്സ് വെർട്ടിക്കൽ ഓടിക്കുകയല്ലേ ചെയ്യുന്നത്. അതിന് പകരം നേരെ ഒരു തിരിച്ചിട്ടേക്കാണ്. 4 കമ്പി വെർട്ടിക്കൽ കൊടുത്തു, അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഫ്ലാറ്റ്സ് ഓടിച്ചു. ഇതെല്ലാം 4x2 ആണോ? ഇതെല്ലാം 4x2 കട്ടള പ്രൊഫൈൽ. നമുക്ക് ഏത് കളറും ഇത് ചെയ്യാമല്ലോ അല്ലേ? നല്ല ഡിസൈൻ. ഇത് നോർമൽ ഇനാമലാണോ ചെയ്തിരിക്കുന്നത്? അല്ല, ഇവിടെ എല്ലാം പ്ലാസ്റ്റിക് പ്രൈമർ ആദ്യം അടിച്ചിട്ട് പിന്നെ ഓട്ടോമാറ്റിക് പ്രൈമർ, ഓട്ടോമാറ്റിക് കളർ ആൻഡ് PU ക്ലിയർ അങ്ങനെ അടിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ കിച്ചണിന് പുറത്തുനിന്ന് ഇറങ്ങുന്ന ഡബിൾ ഡോർ ആണ് അല്ലേ? ഇത് ആ ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്ന ആ സെയിം കോൺസെപ്റ്റ്. ക്ലയന്റിന് ഇത് ഡബിൾ ഡോറിംഗ് തന്നെ വേണമായിരുന്നു. ഞാൻ ചോദിച്ചു ഇതിൽ ഡിസൈൻ വേണമെന്ന് പറയുമ്പോൾ വേണ്ട, പ്ലെയിൻ ഡോർ മതി എന്നുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം. പ്ലെയിൻ ഡോർ. കട്ടള വന്നിരിക്കുന്നത് 5.2. ഇതിന്റെ തിക്നെസ് ഫ്രണ്ട് ഡോറിന്റെ സെയിം 35 mm തന്നെ നമ്മൾ ഇവിടെ കൊടുത്തു. എക്സ്റ്റേണൽ ഡോർ ആയതുകൊണ്ട് കുറച്ചുകൂടെ സേഫ്റ്റി. 35 mm കൊടുത്തു. അത് പ്ലാറ്റിന ഗ്രേഡ് ആണ്. അപ്പൊ ഒരു 0.75 ഡെൻസിറ്റിയോളം വരുന്നുണ്ട്. പ്ലാറ്റിന അല്ല, ഏകദേശം നല്ല തടിയുടെ ഒക്കെ ഗ്രേഡ് ഓഫ് ഡെൻസിറ്റി വന്നിട്ടുണ്ട്. ഇത് ബെഡ്റൂം ഡോർ ആണ് അല്ലെ? ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? ഇതും സെയിം കോൺസെപ്റ്റ് ആണ്. ഇത് പക്ഷെ വൈറ്റ് സ്റ്റോണിലോട്ട് കൊണ്ടുപോയി. മറ്റേ നമ്മളൊരു ഡാർക്കർ ഗ്രേ ടോൺ അല്ലേ, വൈറ്റ് സ്റ്റോൺ. സെയിം ടൈപ്പ് ഓഫ് ബീഡിങ്, എംബോസ്ഡ് ബീഡിങ് നമ്മൾ കൊടുത്തു. ഒരു എൻഗ്രേവ്ഡ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ എല്ലാം ലോക്സ് ആൻഡ് ആക്സസറീസ് എല്ലാം അദ്ദേഹത്തിന്റെ തന്നെ സെലക്ഷൻ ആയിരുന്നു. ഓർണമെന്റൽ ഹിഞ്ചസ് കൊടുത്തു. ഈ ലോക്സ് ആന്റിക് ടൈപ്പ് വേണമെന്നുണ്ടായിരുന്നു. അത് 35 mm ഡോറാണ്. ഇതും 35 അല്ലേ? പക്ഷെ ഇവിടെ 4x2 പ്രൊഫൈലേ കൊടുത്തിട്ടുള്ളൂ. ഫ്രെയിം കൊടുത്തിരിക്കുന്നു. 4x2. ഇത് ആ ഒരു ഡോറ് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ചുകൂടെ ഒരു നല്ല റിജിഡ് ആണ്. നല്ല ഒരു ഇതും ഡിസൈനും കൂടെ വന്നപ്പോഴത്തേക്ക് നല്ലൊരു പ്രീമിയം ലുക്കായി റിസോർട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഹോട്ടൽസിലൊക്കെ ചെയ്യുന്ന ആ ഒരു ഡിസൈൻ. അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ വർക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇതിന്റെ ഡോർസ് ആൻഡ് വിൻഡോസ് ഫ്ലോറസ്റ്റ WPC-യിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഫ്ലോറസ്റ്റ WPC-യുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ റജിസാർ നമ്മോടൊപ്പം ഉണ്ട്. നമ്മൾ മുൻപ് പല വീഡിയോയിലൂടെ സംസാരിച്ചാണ്. അപ്പൊ ഈ ഫ്ലോറസ്റ്റ WPC-യെ പറ്റി ഒരു വാക്കൊന്ന് പറയാമോ? നമ്മൾ വീണ്ടും ഫ്ലോറസ്റ്റ WPC-യെ കുറിച്ചുള്ള വീഡിയോ ആണല്ലോ ഇപ്പൊ വെച്ചിരിക്കുന്നത്. അത് ചെയ്യാന്റെ ഒരു സാഹചര്യം വന്നത് ഈ വീടിന്റെ തന്നെ പ്രത്യേകതയാണ്. ഇത് കോട്ടയം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഗ്രാമീണ ഭംഗി ഒട്ടും
ഒട്ടും കളയാതെ ഒരു കൊളോണിയൽ സ്റ്റൈലില് എല്ലാ മോഡേൺ അമ്യൂണിറ്റീസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല രീതിയിൽ ഹൈ വാല്യൂ ഏരിയ ഇത്. ഇവിടെ ഇങ്ങനെ ഒരു വീട് കൺസീവ് ചെയ്ത് ഇത് നിർമ്മിച്ച ആളിന്റെ ഉടമസ്ഥനെ ഞാൻ ആദ്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാം. നല്ല കൺസ്ട്രക്ഷൻ നല്ല രീതിയിൽ പുള്ളി വിഭാവനം ചെയ്തിട്ട് നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം തെരഞ്ഞെടുത്ത മെറ്റീരിയൽസ് ആണ് നമുക്ക് വലിയൊരു പ്രത്യേകതയായിട്ട് ഇവിടെ ഉള്ളത്. എല്ലാം ഗ്രീൻ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ലാൻഡിന്റെ വെർജിനിറ്റി കളയാതെ, മരമൊന്നും ഉപയോഗിക്കാതെ, ഫുൾ WPC കൊണ്ട് റീപ്ലേസ് ചെയ്ത് മരത്തെ മുഴുവൻ പുള്ളി തേക്കാണ് ആദ്യം പുള്ളി എല്ലാവരും പറഞ്ഞത്. പക്ഷെ വേണ്ട, നമുക്ക് WPC കൊണ്ട് ഇതെല്ലാം ചെയ്യാം. തേക്കിനെക്കാട്ടിൽ ഉത്തമമായിട്ട് നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളുമായിട്ട് എങ്ങനെയാണ് കണക്ട് ആയത്? ഇത് ഫ്ലോറിസ്റ്റ WPCയിലെ പുള്ളി അന്വേഷണങ്ങൾ നടത്തി. ഫ്ലോറിസ്റ്റ WPC ആണ് ഏറ്റവും നല്ലതെന്ന് പുള്ളിക്ക് തോന്നിയതായിരിക്കാം. ഞങ്ങളുടെ ഫാക്ടറിയിൽ കമ്പനിയിൽ വിളിച്ചു. കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങളെ ബന്ധപ്പെട്ടു. ഞങ്ങളാണ് ഇവിടുത്തെ സ്റ്റോക്കിസ്റ്റ്. പിന്നെ നന്ദനം ഇൻഡസ്ട്രീസ് ആണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. ഞങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ നന്ദനം ഇൻഡസ്ട്രീസ് അത് ഫുള്ളായിട്ട് ഏറ്റെടുത്ത് അദ്ദേഹം എന്ത് മനസ്സിൽ കരുതിയോ അതിനപ്പുറത്തേക്ക് ചെയ്യാൻ നന്ദനം ഇൻഡസ്ട്രീസിനും സാധിച്ചു. അതിലവർ വളരെ സന്തുഷ്ടരാണ്. നമ്മുടെ ഈ വീടിന്റെ ഓണർ നമ്മോടൊപ്പം ഉണ്ട്. സാറിന്റെ പേരെങ്ങനെയായിരുന്നു? സുരേന്ദ്രനാഥൻ നായർ. സുരേന്ദ്രനാഥൻ. എന്റെ മകനാണ് ഈ കെട്ടിടം ചെയ്തിരിക്കുന്നത്. അവന്റെ പേര് സുദീപ് സുരേന്ദ്രൻ. ആളെ സ്ഥലത്തില്ലല്ലേ? പുറത്താ? ആളെ സ്ഥലത്തില്ല. നമുക്ക് മെയിനായിട്ട് എന്താ നമ്മൾ ഈ WPCയിലോട്ട് വരാൻ കാര്യം? ഇതിന് ഡോർസ് വിൻഡോസും എല്ലാം WPCയിലേക്ക് പോകാനുള്ളതിനകത്ത് പ്രധാനപ്പെട്ട കാരണം പറയാം. ഇത് ആദ്യം നമ്മൾ തടി കൊണ്ട് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയയിൽ തടിയെല്ലാം വെട്ടിവെച്ച് പിന്നെ ആൻപിനി പ്ലാവും ഒക്കെ വെട്ടിവെച്ചതാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഒന്നാമത് ഇവന് ദുബായിലാണ്. അവന്റെ വരവും പോക്കിനും ഇതിനൊക്കെ സൗകര്യത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് എത്രയും വേഗം അവന് ഇത് ഒന്ന് തീർക്കുകയും വേണം. അങ്ങനെ ചെയ്തപ്പോഴാണ് ഇവര് ഈ നന്ദനത്തിന്റെ ഈ കഥ അറിയുന്നത്. അപ്പൊ അത് കേട്ടുടനെ അവന് ഒരു പ്രാവശ്യം വന്നപ്പം നേരെ പിന്നെ പന്തളത്തിന് പോയി. അവിടെ അവന്റെ ഫാക്ടറി അതെല്ലാം കണ്ടേച്ചു വന്നിട്ട് അപ്പൊ ഒറ്റ ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങള്. ഒന്നാമത് ഇതിന്റെ തടിയുടെ അത് കഴിഞ്ഞ് വന്നേച്ച് ആ തടിയുടെ കോസ്റ്റും എല്ലാം കൂടെ വർക്കൗട്ട് ചെയ്തപ്പോൾ ആ തടിയുടെ ഇവന്റെ ഉരുപ്പടി ഉണ്ടാക്കി ഇത് വെക്കുന്നതിനേക്കാൾ സാമ്പത്തികമായിട്ട് ഒരു നേട്ടം ഉണ്ടാകുന്നത് മറ്റു രീതിയിലായിരിക്കും എന്നുള്ളൊരു തോന്നൽ. അതിന്റെ അടിസ്ഥാനത്തില് അവരോട് ചോദിച്ചു, ഞങ്ങൾക്കിപ്പം ഇങ്ങനെ കെട്ടിടം പണി പെട്ടെന്ന് തീർക്കാനുള്ള ഭാവമാണ്. കാരണം ഇതിന്റെ കൺസ്ട്രക്ഷൻ വർക്കിന് ആകെപ്പാടെ 3-4 മാസത്തെ ടൈമേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം ആ ലിമിറ്റഡ് ആ സ്പീക്കർ വെച്ചുകൊണ്ട് വേണം ബാക്കി ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡോറും അതിന്റെ ജനലും ഇതിന്റെ കംപ്ലീറ്റ്, അതായത് ഇതിനകത്ത് സകല തടി ഭാഗങ്ങളും ഇതിനകത്ത് വരുന്ന WPC വരുന്നതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെ എത്ര സമയം കൊണ്ട് ചെയ്തു? അത് പറഞ്ഞു, നിങ്ങൾ പറയുന്ന ടൈം വെച്ചിട്ട് ഞങ്ങൾ തരാം. ഞങ്ങൾക്കത് കിട്ടി എന്നുള്ളതാണ് ഇതിനകത്ത് സാറ്റിസ്ഫാക്ഷൻ. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് പണിയുടെ ഓരോ സന്ദർഭത്തിലും പ്രധാനപ്പെട്ട എല്ലാ ദിവസവും ഇവിടെ ഉണ്ടെന്നല്ല, പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം ഇവര് 10 ആള് വന്നു ഞങ്ങള് അവിടെ നിന്ന് തന്നെ ഇത് പരിശോധിച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു സ്റ്റേജ് കിട്ടി. അപ്പൊ അതിന്റെ അർത്ഥം ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോകുന്നു. അപ്പൊ ഇതിലങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഞങ്ങളങ്ങ് പോകുമായിരുന്നു. തടി അറുത്ത് വെച്ചിരിക്കുന്ന സാധനം അവസാനം അത് മറിച്ച് ബില്ലുകാർക്ക് കൊടുക്കേണ്ടി വന്നു. എന്നിട്ടാണ് WPCയിലേക്ക് വന്നത്. ഈ മെയിൻ ഡോറിന്റെ എല്ലായിടത്തും ഒരു കൃത്രിമമായിട്ട് ഇങ്ങനെ കുറെ ഗ്രൂവൊക്കെ കാണും. അത് ഈ WPCയെ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരുപാടുമില്ല, ഒരു കുഴപ്പമില്ല എന്നുള്ളതിന്റെ തെളിവ് നമ്മൾ കാരണം ഇത്. അപ്പൊ ഇതെല്ലാം ഏത് വർക്കും ചെയ്യാൻ പറ്റും. ഏത് ഈ ഡോറിന് എന്റെ വെയിറ്റ് എടുത്ത് വെക്കാൻ നേരത്തെ ഭയങ്കര വെയിറ്റ്. അപ്പൊ ഇതുപോലുള്ള സാധനങ്ങള് ഇവർക്ക് സപ്ലൈ ചെയ്യാൻ കഴിയും. അത് ഈ നമുക്ക് വേറെ ഒരാളെ അറിയത്തില്ല, ഈ നന്ദനം മാത്രമേ ഒന്ന് അറിയത്തുള്ളൂ വേറെ. അപ്പൊ ആ നന്ദനത്തിനെ കൊണ്ട് അത് ചെയ്യിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അവരത് കൃത്യസമയത്ത് ചെയ്തു തന്നു എന്നുള്ളതും നമുക്ക് അങ്ങേയറ്റത്തെ സന്തോഷം. ആ പെയിന്റിങ്ങിന്റെ അത് എടുത്തു പറയണം. ഈ സാധനത്തിൽ എങ്ങനെ പെയിന്റ് കേറും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈപ്പിലുള്ള പെയിന്റ് മാത്രമേ കേറത്തുള്ളൂ, നമുക്കറിയത്തില്ല. ഇത് ഇച്ചിരി വില കൂടിയ പെയിന്റ്, ഓട്ടോമോട്ടീവ് പെയിന്റ്. അപ്പൊ അത്
പല ആവർത്തനത്തിൽ അടിച്ചു മാറ്റിയെടുക്കേണ്ട സാധനമാണ്. സാധനം, അതെ അതെ, അത് സ്പെഷ്യലായിട്ട് ചെയ്യണം. സ്പെഷ്യലായിട്ട് ചെയ്യണം. അപ്പൊ അതെല്ലാം ഇതേ ചെയ്യാൻ പറ്റുമെന്നുള്ളതും സത്യത്തിൽ ഇത് അതാ ഇതിന്റെ ആ ഓരോ ഭാഗത്ത് ഞങ്ങള് അതിശയിച്ചു. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ കഴിയും. ഇതിന്റെ ഒരു കോസ്റ്റ് ഞങ്ങളൊന്ന് മനസ്സിൽ കണ്ടു. വെച്ചിരിക്കുന്ന തടി അത് ഉൾപ്പടിയാക്കി ഫർണിച്ചറാക്കി ഈ സാധനത്തെ കയറ്റുന്ന സന്ദർഭം വരെയുള്ള കണക്ക് കൂട്ടിയാൽ ഇത് നിമിഷ നേരം അത് തീരണമെങ്കിൽ ആശാരിയെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടത്തില്ല. ഇതാണ് ഇതില് പറഞ്ഞ സമയത്തിന് ഡോർ കംപ്ലീറ്റ് കിട്ടി, പിന്നെ വിൻഡോ കംപ്ലീറ്റ് കിട്ടി, പിന്നെ അതുപോലെ തന്നെ അതിന്റെ ബാക്കി കുറേയേറെ ഭാഗങ്ങൾ സമയത്ത് കിട്ടി എന്നുള്ളതും. അപ്പൊ ഇതിനകത്ത് ഈ പോസ്റ്റ് മാത്രമല്ല ടൈം അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം, ഇപ്പൊ ഈ ചെയ്ത ആൾക്കാർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ളത് അതാണ് ഇന്നത്തെ ഫാക്ട്. അല്ലാതെ നമ്മളിപ്പോ അതിന്റെ ഉടമസ്ഥന ഞങ്ങൾ ഈ പറയുന്നൊക്കെ അങ്ങ് ചെയ്താൽ ആ ഒരു ലൈനിലേക്ക് ഞങ്ങൾ പോയില്ല. കൊണ്ട് തന്നെ ഇത് 100% സക്സസ് ആക്കി എടുക്കാൻ കഴിഞ്ഞു. കാരണം വന്നവർക്കും കണ്ടവർക്കും എല്ലാം ഇതിന്റെ കളർ കോമ്പിനേഷൻ വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഒത്തിരി പേര് നമ്മൾ പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല, ഒത്തിരി പേര് വഴിയെ പോകുന്നൊക്കെ ഇതൊരു വഴി മെയിൻ റോഡാണ്. ഇതെന്നതാ ഇത് ഇങ്ങനത്തെ ഒരു വീടുണ്ടാക്കുന്നത്. അപ്പോൾ അവർക്കറിയാം നമ്മള് ഇപ്പൊ പിള്ളേർ രണ്ടുപേരും വെളിയിലുള്ളവരാണ്. അവരെ സാധാരണഗതിയിൽ കാണുന്നത് എവിടെയാ, ഒരു 2 നില കെട്ടിടം അല്ലെങ്കിൽ 3 നില കെട്ടിടം, വലിയ വീടുകൾ. ഇതെന്തിനാ ഈ കുഞ്ഞു വീട്? അപ്പൊ ആ കൺസെപ്റ്റിനും അത് ഒരു പറഞ്ഞത് അതാണ് ആ മനോരമയ്ക്കകത്ത് വന്ന അതിനകത്ത് അവര് പറയുന്നത് കൺസെപ്റ്റ് മാറി. ആൾക്കാരുടെ കൺസെപ്റ്റ് മാറിയപ്പം അതുകൊണ്ട് തൊട്ടിങ്ങപ്പുറം എന്റെ ഒരു ബന്ധുവിന്റെ ഒരു കെട്ടിടം വെച്ചിട്ടുണ്ട്, 2 നിലയാ. അതേണ്ട 2800 സ്ക്വയർ ഫീറ്റാണ്. എന്തിന് അതുകൊണ്ട് പിന്നെ കൊടുത്ത് ജീവിക്കാനുള്ള ആവശ്യമില്ല. അപ്പൊ പിന്നെ ഇത് അവർക്ക് ഇവരാകെ പിന്നെ ഭാര്യയും ഭർത്താവും ഒരു കൊച്ചുള്ളൂ. ആവശ്യമുള്ളൂ. അതാണ് ഞങ്ങളുടെ ഇതിന്റെ അകത്ത് കാണുന്നത്. അതാണ് കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ അത് അട്രാക്ട് ചെയ്തത്. വലിയ ഭീമമായ കെട്ടിടം വെച്ച, എസ്പെഷ്യലി 2 പിള്ളേര് ദുബായിലുണ്ട്. അപ്പൊ അഹങ്കാരം, എത്ര വലിയ വീട് വെക്കും, അത് വേണ്ട. ഞങ്ങളുടെ പരിപൂർണ തൃപ്തരാണെന്ന് പറഞ്ഞാൽ തൃപ്തരെന്ന് പറഞ്ഞാൽ പോരാ. കാരണം അതുകൊണ്ടാണല്ലോ ഇപ്പം ഞങ്ങള് പലരും ഇവിടെ വരുമ്പം ഇത് കാണാൻ കയറുന്നെന്ന് പറയുമ്പം തന്നെ ഒരാൾ ഇങ്ങനെ കെട്ടിടം വെച്ചിട്ടുണ്ട്, ഒന്ന് കയറി കാണുന്നതിനോ എന്ന് ചോദിച്ചു. അന്നേരം നമ്മള് താക്കോലെടുത്ത് കൊടുക്കും. വേറെ ഒന്നുമില്ല താക്കോലെടുത്ത് ഇഷ്ടം പോലെ നോക്കി. ഓക്കെ, അപ്പം എല്ലാം കൊണ്ടും താങ്ക്സ്. താങ്ക് യു.